നമുക്ക് ചിലവില്ലാത്ത ഒരു യാത്ര നടത്താം. വാണിയമ്പലം പാറയിലേക്ക്. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 15 മിനിറ്റ് നടന്നാൽ ഇവിടെ എത്താം. ഈ കാക്കകൾ എന്നോട് നല്ലോണം സഹകരിച്ചു. കണ്ട എത്ര പേരാ നോക്ക്. 3, 6, 7, 8, 9, 10, 11. ഇത്രയും ദൂരം ഇപ്പം ഞാൻ കയറി വന്നു. ഇനി കയറാനുള്ളത് കാണിച്ചാലോ കേട്ടോ. ഇതാ ഇത്രയും ഇനി മേലിലേക്ക് ഞാൻ കയറണം. പകുതിയായിട്ടില്ല. പാറയുടെ നെറുകിലുള്ള ഒരു ചെടിയാണ് ആ കാണുന്നത്. ഇനി ഇത്രയും ദൂരം ഞാൻ മുകളിലോട്ട് കയറണം. ഇനി താഴെ കയറി വന്ന ഭാഗങ്ങൾ കാണിച്ചു തരാട്ടോ. അതാ റെയിൽപ്പാളം കാണുന്നില്ലേ, അവിടെ നിന്നാണ് ഞാൻ ഈ കയറി വരുന്നത്. വാണിയമ്പലം സ്റ്റേഷനിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ ഇവിടെ എത്താം. ദൂരെ ഒരു ക്ഷേത്രം കാണുന്നില്ലേ, അതാണ് അതിൻ്റെ നെറുകമണ്ട. ഈ പാറയുടെ ഇത് കണ്ട ഈ ക്ഷേത്രം. ഞാനിപ്പോൾ പകുതിയിലേറെ കയറി കഴിഞ്ഞു. ഇതാ ഞാൻ കയറി വന്ന വഴി നോക്കൂ, പകുതിയിലേറെ ഞാൻ കയറി കഴിഞ്ഞു. ഇവിടെ നിന്നുള്ള കാഴ്ചയാണിത്. ഏകദേശം 3/4 ഭാഗം കയറിയിട്ടുണ്ട്. ഇതാ ഇവിടെ നിന്ന് നമ്മുടെ ഇടവണ്ണ ഒതായി ഭാഗത്തുനിന്ന് ആ മലനിരകളാണത് ചാലിയാറിനോട് ചേർന്നിട്ട്. ഇതിങ്ങനെ അത് കണ്ട നിലമ്പൂരിലേക്ക് വന്ന് ചേരുന്ന മലനിരകളാണ്. നിലമ്പൂരിൻ്റെ ഭാഗത്തേക്ക് വന്ന് ചേരുകയാണ് ഇവിടെ. സന്ധ്യാകാറായി. ക്ഷേത്രത്തിൽ നിന്നും ലളിത സഹസ്രനാമം റെക്കോർഡ് കേൾക്കുന്നുണ്ട്. ഈ സന്ധ്യാകാല നേരത്ത് കുറേ ചെറുക്കന്മാർ വന്നിട്ടുണ്ട്. ഒരു സംഘം, ഒരു ഗ്യാങ്. ഈ സന്ധ്യയ്ക്ക് ഇതിൻ്റെ മണ്ടയിലിരുന്ന് കാറ്റും കൊണ്ട് ഈ കാഴ്ച കാണുന്നത് ഒരു സുഖമുള്ള അവസ്ഥ തന്നെയാണ്. ട്രെയിനിൽ കയറി വരൂ, വലിയ ചിലവില്ലല്ലോ. നിലമ്പൂർ ഷൊർണൂർ 20 രൂപ കൊടുത്താൽ ടിക്കറ്റിൻ്റെ ചാർജ് അത്രേ വരുന്നുള്ളൂ. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞ് ചെയ്യാം. റെയിൽവേക്കും കാര്യം, നമുക്കും കാര്യം. ഒരു ചായ കുടിക്കുന്ന കാശ് പോലും വേണ്ട. പിന്നെ എന്തിനു നിങ്ങളത് ആഘോഷിക്കാതിരിക്കണം? ഇത്തരം സൗകര്യങ്ങളുള്ളതേ ഉപയോഗിക്കാൻ പഠിക്കണം ആദ്യം. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പാറയുടെ നെറുകിലെത്തി. ഈ പാറക്കെട്ടിന് മുകളിലൊരു കുളമുണ്ട്. ക്ഷേത്രക്കുളമായിട്ട് ഉപയോഗിക്കുന്നത് ഈ കുളമാണെന്നാണ് തോന്നുന്നത്. കണ്ടോ, സിന്ദൂരം പെയ്തിറങ്ങി, സന്ധ്യയായി, എനിക്ക് തിരിച്ചു പോകണം. രാത്രിയുടെ ആ വന്യമായ സൗന്ദര്യം നോക്കൂ. ഒരു പൗരുഷം കലർന്ന സ്ത്രൈണഭാവം. നല്ല ഭംഗിയുണ്ടല്ലേ. നന്നായി ഇരുട്ടി. എന്തോ എൻ്റെ ഓർമ്മയിലേക്ക് ഒടിയന്മാരെ പറ്റിയുള്ള ചിന്തകൾ വന്നു. ഒടിയന്മാർക്ക് ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലേ. ഈ വരുന്ന ട്രെയിന് നിലമ്പൂർ പോയി തിരിച്ചു വരുമ്പോൾ വേണം എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ. ഓക്കേ, വീണ്ടും കാണാം.